നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകളിലേക്ക്. പുറ്റേക്കരയിൽ നിന്നും അരക്കോടിയിലേറെ വില വരുന്ന പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി ജില്ലാ ഡാൻസ് ഓഫ് സംഘവും പേരാമംഗലം പോലീസും സംയുക്തമായി സംഘടിപ്പിച്ച പരിശോധനയിലാണ് ലോറിയിൽ കടത്തുകയായിരുന്ന പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തത്. ഈ വർഷത്തെ SSLC പരീക്ഷാഫലം മെയ് 9 പ്രഖ്യാപിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. 8ാം ക്ലാസ്സിൽ എല്ലാ വിഷയത്തിലും മിനിമം മാർക്ക് എന്നത് അടുത്ത അധ്യയന വർഷം മുതൽ കർശനമാക്കുമെന്നും മന്ത്രി. അണ്ടത്തോട് തീരദേശ കടൽഭിത്തി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കല്ലുമായി വന്ന ലോറി ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ തടഞ്ഞു. ഇതിനെതിരെ ജനകീയ സമരസമിതി പ്രവർത്തകർ രംഗത്ത് വന്നതോടെ സംഘർഷാവസ്ഥ. 8ഓളം പ്രവർത്തകരെ വടക്കേക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. ശക്തമായ മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടങ്ങൾ. കുന്നംകുളം വടക്കാഞ്ചേരി റോഡിലെ ഗുഡ്ഷെപ്പേഡ് സ്കൂളിന് സമീപത്തെ ട്രാൻസ്ഫോമറിൽ തീപിടിച്ചു. എരുമപ്പെട്ടി മേഖലയിൽ വ്യാപകമായി മരങ്ങൾ വീണു. വരവൂരിൽ വാഴ കൃഷിക്കും നാശനഷ്ടം. മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ പ്രതിഷ്ഠാ തിരുനാൾ മെയ് 2 മുതൽ 6 വരെയുള്ള തീയതികളിൽ ആഘോഷിക്കും. തിരുനാളിന്റെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലെന്ന് വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂർ. തിരുനാളാഘോഷം CCTV തത്സമയം സംപ്രേഷണം ചെയ്യും. വാർത്തകൾ വിശദമായി. പുറ്റേക്കരയിൽ നിന്നും അരക്കോടിയിലേറെ വില വരുന്ന പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി ജില്ലാ ഡാൻസ് ഓഫ് സംഘവും പേരാമംഗലം പോലീസും സംയുക്തമായി സംഘടിപ്പിച്ച പരിശോധനയിലാണ് ലോറിയിൽ കടത്തുകയായിരുന്ന പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തത്. മംഗലാപുരത്ത് നിന്ന് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സ്ഥിരമായി വൻതോതിൽ പുകയില ഉൽപ്പന്നങ്ങൾ കടത്തുന്ന ലോറിയും 50 ലക്ഷത്തിലേറെ രൂപ വില വരുന്ന 3,84,436 പാക്കറ്റ് ഹാൻഡ്സ് അടക്കമുള്ള പുകയില ഉൽപ്പന്നങ്ങളാണ് പോലീസ് സംഘം പിടിച്ചെടുത്തത്. സംഭവത്തിൽ ലോറി ഉടമയും ഡ്രൈവറുമായ മണ്ണാർക്കാട് സ്വദേശി നീലാഞ്ചേരി വീട്ടിൽ സന്ദീപിനെയും പേരാമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു. പേരാമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട പുറ്റേക്കരയിൽ വെച്ച് തൃശൂർ സിറ്റി പോലീസിന്റെ ലഹരി വിരുദ്ധ സ്ക്വാഡ് ആയ ഡാൻസ് ഓഫ് വിഭാഗവും പേരാമംഗലം പോലീസും ചേർന്ന് ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് വാഹനവും നിരോധിത പുകയിലയും പിടികൂടിയത്. സിറ്റി പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് പേരാമംഗലം ഇൻസ്പെക്ടർ KC രതീഷിന്റെ നേതൃത്വത്തിൽ ഡാൻസ് ഓഫ് വിഭാഗം സബ് ഇൻസ്പെക്ടർമാരായ ബാബുരാജൻ, ജയകുമാർ, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ പ്രദീപ് കുമാർ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ പ്രസൂൺ, പോലീസുകാരായ ശരത്ത്, നിഷാദ്, നിബു, സുജിത്ത്, ആശിഷ്, റെജിൻദാസ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. സ്കൂളുകൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഉടനീളം വിൽപ്പനയ്ക്കായി കൊണ്ടുവന്നതാണ് പുകയില ഉൽപ്പന്നങ്ങളെന്നാണ് പോലീസ് അനുമാനിക്കുന്നത്. ലോറിയുടെ മുകളിലും വശങ്ങളിലും മാത്രം മൈദ ചാക്കുകൾ നിരത്തി സംശയം തോന്നാത്ത രീതിയിലാണ് പുകയില ഉൽപ്പന്നങ്ങൾ ലോറിയിൽ നിറച്ചിരുന്നത്. പ്രതിയെ ചൊവ്വാഴ്ച കോടതിയിൽ ഹാജരാക്കും. ഈ വർഷത്തെ SSLC പരീക്ഷാഫലം മെയ് 9 പ്രഖ്യാപിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. 8ാം ക്ലാസ്സിൽ എല്ലാ വിഷയത്തിലും മിനിമം മാർക്ക് എന്നത് അടുത്ത അധ്യയന വർഷം മുതൽ കർശനമാക്കുമെന്നും മന്ത്രി അറിയിച്ചു. 5, 6, 7 ക്ലാസുകളിലും സബ്ജക്ട് മിനിമം നടപ്പാക്കും. പുതുക്കിയ പാഠപുസ്തകം പരിചയപ്പെടുത്തുന്നതിന്റെ ഭാഗമായി മുഴുവൻ അധ്യാപകർക്കും മെയ് 13 മുതൽ പരിശീലനം നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്തൊട്ടാകെ 2964 കേന്ദ്രങ്ങളിലും ലക്ഷദ്വീപിലെ 9 കേന്ദ്രങ്ങളിലും ഗൾഫ് മേഖലയിലെ 7 കേന്ദ്രങ്ങളിലുമായി 4,27,021 വിദ്യാർത്ഥികൾ ഇത്തവണ പരീക്ഷ എഴുതി. സംസ്ഥാനത്തൊട്ടാകെ 72 കേന്ദ്രീകൃത മൂല്യനിർണ്ണയ ക്യാമ്പുകളിലായി 2025 ഏപ്രിൽ 3 മുതൽ 26 വരെ 2 ഘട്ടങ്ങളിലായി മൂല്യനിർണ്ണയം കഴിഞ്ഞ് മാർക്ക് എൻട്രി നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അണ്ടത്തോട് തീരദേശ കടൽഭിത്തി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കല്ലുമായി വന്ന ലോറി ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ തടഞ്ഞു. ഇതിനെതിരെ ജനകീയ സമരസമിതി പ്രവർത്തകർ രംഗത്ത് വന്നത് സംഘർഷാവസ്ഥയ്ക്കിടയാക്കി. 8ഓളം പ്രവർത്തകരെ വടക്കേക്കാട് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ആവശ്യമായ പഠനം നടത്താതെ അണ്ടത്തോട് ബീച്ചിൽ നടത്തുന്ന കടൽഭിത്തി നിർമ്മാണം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് നിർമ്മാണ സാമഗ്രികളുമായി വന്ന ലോറികൾ തടഞ്ഞത്. ദിവസങ്ങൾക്ക് മുമ്പ് കല്ലുമായി വന്ന ലോറി
നാട്ടുകാർ തടഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ചർച്ച നടത്തിയതിനു ശേഷം മാത്രമാണ് കല്ലിറക്കുക എന്നായിരുന്നു അധികൃതർ പറഞ്ഞിരുന്നത്. ജനങ്ങളെ ആശങ്ക അകറ്റാതെ ഈ പദ്ധതിയിൽ മുന്നോട്ട് പോകാൻ പാടില്ല. ഒന്നാമത്തേത് അവിടെ അത് കെട്ടിക്കഴിഞ്ഞാൽ ഇവിടെ വെള്ളം വന്ന് ഞങ്ങൾ കുടിവെള്ളം മുട്ടും. ഞങ്ങൾ ജീവൽ പ്രശ്നമാണ്. ഇതൊക്കെ ഞങ്ങൾ അധികാരികളോട് പലതവണ പറഞ്ഞതാണ്. അതൊരു നിങ്ങളെ ആശങ്ക അകറ്റാതെ ഒരു കാര്യമായിട്ട് മുന്നോട്ട് പോകില്ല എന്ന് പറഞ്ഞ MLA വീണ്ടും ലോഡടിച്ച് ഞങ്ങളെ പ്രതിഷേധത്തിന് പുല്ലുവില കൽപ്പിച്ചിട്ടാണ് ഇത് വീണ്ടും ഈ പദ്ധതിയായിട്ട് മുന്നോട്ട് പോകുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം MLA യോഗം വിളിച്ച് പ്രശ്നം പരിഹരിച്ചെന്നായിരുന്നു പറഞ്ഞിരുന്നത്. തിങ്കളാഴ്ച കല്ലുമായി എത്തിയ ലോറി ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ തടയുകയും ഇറിഗേഷൻ വകുപ്പുമായി സംസാരിച്ച് പ്രശ്നം പരിഹാരം കണ്ട് ചർച്ചയ്ക്ക് ശേഷമല്ലാതെ കല്ലിറക്കില്ല എന്ന ഉറപ്പ് ജനകീയ സമരസമിതി നൽകിയിരുന്നു. എന്നാൽ പ്രശ്നപരിഹാരം കാണാതെ ചൊവ്വാഴ്ച കാലത്ത് വീണ്ടും കല്ലുമായി ലോറിയെത്തിയപ്പോഴാണ് സമരസമിതി വാഹനം തടഞ്ഞത്. തുടർന്ന് ഇടതുപക്ഷ അനുകൂല പ്രവർത്തകർ സ്ഥലത്തെത്തി ജനകീയ സമരസമിതി പ്രവർത്തകരുടെ നീക്കത്തെ തടഞ്ഞത് പ്രദേശത്ത് സംഘർഷാവസ്ഥ ഉണ്ടാക്കി. കൂടുതൽ പോലീസ് എത്തിയാണ് ചേരിതിരിഞ്ഞുള്ള തർക്കത്തിന് താൽക്കാലിക പരിഹാരം കണ്ടത്. പ്രതിഷേധം നടത്തിയ ജനകീയ സമരസമിതിയിലെ 8ഓളം പ്രവർത്തകരെ വടക്കേക്കാട് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ലോറികൾ കടത്തിവിട്ടു. പോലീസ് കസ്റ്റഡിയിൽ എടുത്തുകൊണ്ടുപോകുമ്പോഴും പ്രതിഷേധക്കാർ MLAക്കെതിരെയും LDF പ്രവർത്തകർക്കെതിരെയും ശക്തമായ മുദ്രാവാക്യമാണ് മുഴക്കിയത്. വടക്കേക്കാട് SHO അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ ഗുരുവായൂർ SHO പ്രേമാനന്ദകൃഷ്ണനും സ്ഥലത്തെത്തിയിരുന്നു. ആവശ്യമായ പഠനം നടത്താതെ അണ്ടത്തോട് ബീച്ചിൽ നടത്തുന്ന കടൽഭിത്തി നിർമ്മാണം നിർത്തിവെക്കണമെന്നും പ്രദേശത്തെ ജനങ്ങൾക്കുള്ള ആശങ്ക പരിഹരിക്കണമെന്നും ആവശ്യപ്പെട്ട് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിവേദനം നൽകി. സമരസമിതി ചെയർമാൻ AM അലാവുദ്ദീൻ, കൺവീനർ AK മൊയ്തുണ്ണി എന്നിവരുടെ നേതൃത്വത്തിൽ അബ്ദുസമദ് അണ്ടത്തോട്, CU മുസ്തഫ, ചാലിൽ അഷ്റഫ്, CM ഗഫൂർ, KM മുജീബ്, MM ജബ്ബാർ, CK മൊയ്തുണ്ണി തുടങ്ങിയ സമിതി നേതാക്കളും സമീപവാസികളും സംബന്ധിച്ചു. മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ പ്രതിഷ്ഠാ തിരുനാൾ മെയ് 2 മുതൽ 6 വരെയുള്ള തീയതികളിൽ ആഘോഷിക്കും. തിരുനാളിന്റെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലെന്ന് വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഏപ്രിൽ 25 വെള്ളിയാഴ്ച തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജെയ്സൺ കൂനംപ്ലാക്കൽ കൊടിയേറ്റം നിർവഹിച്ചതോടെയാണ് തിരുനാൾ ആഘോഷത്തിന് തുടക്കമായത്. ഏപ്രിൽ 30 ബുധനാഴ്ച രാവിലെ 9-ന് ഇടവക ദേവാലയത്തിൽ വെച്ച് ഇടവകാംഗമായ ഡീക്കൻ മെൽവിൻ ചുവല്ലൂർ രാമനാഥപുരം രൂപതയ്ക്ക് വേണ്ടി ബിഷപ്പ് മാർ പോൾ ആലപ്പാട്ടിൽ നിന്ന് വൈദിക പട്ടം സ്വീകരിക്കും. ഉച്ചതിരിഞ്ഞ് 4:45-ന് തിരുനാളിന്റെ വിളംബരം വിളിച്ചോതിയുള്ള റാലി നടക്കും. മെയ് 1 വ്യാഴാഴ്ച വൈകിട്ട് 6:30-ന് തീർത്ഥകേന്ദ്രം ഓഡിറ്റോറിയത്തിൽ നവവൈദികന് സ്വീകരണമൊരുക്കും. മെയ് 2 വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിക്ക് പ്രസിഡന്റ് വാഴ്ച, വിശുദ്ധ കുർബാന എന്നീ തിരുകർമ്മങ്ങൾക്ക് തൃശൂർ അതിരൂപതയിലെ 10 നവവൈദികർ കാർമ്മികരാകും. തുടർന്ന് തീർത്ഥകേന്ദ്രം, ദീപാലങ്കാരം, നിലപ്പന്തൽ എന്നിവയുടെ സ്വിച്ച് ഓൺ കർമ്മം ഗുരുവായൂർ അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് TS സിനോജ് നിർവഹിക്കും. രാത്രി 7:30-ന് ഫ്യൂഷൻ നൈറ്റ് അരങ്ങേറും. മെയ് 3 ശനിയാഴ്ച രാവിലെ 6 മണിക്കുള്ള വിശുദ്ധ കുർബാനയ്ക്ക് രാമനാഥപുരം രൂപതയിലെ നവവൈദികർ കാർമ്മികരാകും. തുടർന്ന് കുടുംബ കൂട്ടായ്മയിലേക്കുള്ള കിരീടം എഴുന്നള്ളിപ്പ് ആരംഭിക്കും. വൈകിട്ട് 5 മണിക്ക് തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോനിക്കരയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ കിരീട സമർപ്പണം, വിശുദ്ധ കുർബാന, തുടർന്ന് തിരുനാൾ നേർച്ചകൂട്ടിന്റെ ആശീർവാദം. രാത്രി 10 മണിക്ക് കുടുംബ കൂട്ടായ്മകളിൽ നിന്നുള്ള കിരീടം എഴുന്നള്ളിപ്പിന്റെ സമാപനവും തേര് മത്സരവും നടക്കും. തിരുനാൾ ദിനമായ മെയ് 4 ഞായറാഴ്ച രാവിലെ 5:30-നും 7-നും 8:30-നും വൈകിട്ട് 4-നും തീർത്ഥകേന്ദ്രത്തിൽ വിശുദ്ധ കുർബാന ഉണ്ടാകും. രാവിലെ 10 മണിക്ക് ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് പറപ്പൂർ ഫൊറോന വികാരി ഫാദർ സെബി പുത്തൂർ മുഖ്യ കാർമ്മികനാകും. ഫാദർ ലിജോ ചിറ്റ്ലപ്പള്ളി തിരുനാൾ സന്ദേശം നൽകും. തുടർന്ന് തിരുനാൾ പ്രദക്ഷിണം. വൈകിട്ട് 6 മണിക്ക് ഇടവക പള്ളിയിൽ വിശുദ്ധ കുർബാന. 6:45-ന് ഇടവക പള്ളിയിൽ നിന്ന് തീർത്ഥകേന്ദ്രത്തിലേക്ക് ആഘോഷമായ കിരീടം എഴുന്നള്ളിപ്പ് ആരംഭിച്ച് രാത്രി 9 മണിക്ക് തീർത്ഥകേന്ദ്രത്തിലെത്തി സമാപിക്കും. തുടർന്ന് മെഗാ ബാൻഡ് മേളം അരങ്ങേറും. മെയ് 5 തിങ്കളാഴ്ച രാവിലെ 7:30-ന് റാസ കുർബാനയും ഒപ്പീസ് എന്നീ തിരുകർമ്മങ്ങളും ഉണ്ടാകും. മറ്റം ഇടവകാംഗമായ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ കാർമ്മികത്വം വഹിക്കും. അന്നേ ദിവസം രാവിലെ 11 മണിക്ക് ഇടവകയിൽ നിന്നുള്ള സമർപ്പിതരുടെ സംഗമവും നടക്കും. സഹവികാരി ഫാദർ ഫ്രാങ്കോ ചെറുതാണിക്കൽ, കൈക്കാരൻ CK ജോയ്, തിരുനാൾ ജനറൽ കൺവീനർ MJ ജോഷി, പബ്ലിസിറ്റി കൺവീനർ PT സേവി എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ചിറ്റാട്ടുകര സ്വദേശി പനി ബാധിച്ചു മരിച്ചു. എളവള്ളി പഞ്ചായത്ത് 3-ാം വാർഡിൽ താമസിക്കുന്ന പുലിക്കോട്ടിൽ ജോസന്റെ മകൻ രാജ ജോസാണ് മരിച്ചത്. ന്യൂമോണിയ സ്ഥിരീകരിച്ച് അമല മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലിരിക്കെ ചൊവ്വാഴ്ച പുലർച്ചെ 4 മണിക്കാണ് മരണം സംഭവിച്ചത്. സംസ്കാരം ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിൽ നടന്നു. മാഗിയാണ് മാതാവ്. പെസി രാജ ഭാര്യയും ജോൺ, ലിഥിയ, മരിയ എന്നിവർ മക്കളുമാണ്.
തിങ്കളാഴ്ച രാത്രി ഉണ്ടായ ശക്തമായ ഇടിമിന്നലിൽ കുന്നംകുളം വടക്കാഞ്ചേരി റോഡിലെ ഗുഡ് ഷെപ്പേർഡ് സ്കൂളിന് സമീപത്തെ ട്രാൻസ്ഫോമറിന് തീപിടിച്ചു. രാത്രി 8 മണിയോടെയായിരുന്നു സംഭവം. മഴയെ തുടർന്നുണ്ടായ ഇടിമിന്നലിൽ ട്രാൻസ്ഫോമർ പെട്ടെന്ന് തീപിടിക്കുകയായിരുന്നു. കുന്നംകുളത്ത് നിന്നും അഗ്നിശമന സേന എത്തിയാണ് തീയണച്ചത്. മേഖലയിൽ വൈദ്യുതി വിതരണം ഏറെ നേരം തടസ്സപ്പെട്ടു. എരുമപ്പെട്ടി മേഖലയിലും വ്യാപക നാശനഷ്ടം. വിവിധ പ്രദേശങ്ങളിൽ മരങ്ങൾ വീണ് വൈദ്യുതി കലുകൾ തകർന്നു. എരുമപ്പെട്ടി, തിച്ചൂർ, നെല്ലുവായ്, മുരിങ്ങത്തേരി പ്രദേശങ്ങളിലാണ് മരങ്ങൾ വീണത്. നെല്ലുവായ് പട്ടാമ്പി റോഡിൽ മുരിങ്ങത്തേരിയിൽ മരം കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. പഞ്ചായത്ത് മെമ്പർ NP അജയന്റെ നേതൃത്വത്തിൽ നാട്ടുകാരും വടക്കാഞ്ചേരി ഫയർ സ്റ്റേഷൻ ഓഫീസർ TK നിതീഷിന്റെ നേതൃത്വത്തിൽ മരം മുറിച്ചു നീക്കി. പല പ്രദേശങ്ങളിലും വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. KSEB ഉദ്യോഗസ്ഥരെത്തി തകരാറുകൾ പരിഹരിച്ചു. ചിറ്റണ്ട, പൂങ്ങോട് പ്രദേശങ്ങളിൽ വ്യാപക നാശനഷ്ടം. റോഡിലേക്ക് മരങ്ങൾ പൊട്ടിവീണും മരങ്ങൾ വീടിന് മുകളിലേക്ക് കടപുഴകി വീണുമാണ് നാശം സംഭവിച്ചത്. ചിറ്റണ്ട തലശ്ശേരി റോഡിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ തേക്കുമരം പൊട്ടിവീണ് ഗതാഗതം തടസ്സപ്പെട്ടു. നാട്ടുകാരുടെ നേതൃത്വത്തിൽ മരം മുറിച്ചു നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചു. ചിറ്റണ്ട വടക്കേക്കര പ്രകാശിന്റെ വീടിന് മുകളിലേക്ക് മാവിന്റെ കൊമ്പ് പൊട്ടിവീണ് വീടിന്റെ ഒരു വശവും ശൗചാലയവും തകർന്നു. ചിറ്റണ്ട പാക്കത്ത് സിന്ധുവിന്റെ പറമ്പിലെ മരം കടപുഴകി വീണു. ശക്തമായ കാറ്റിൽ വരവൂരിൽ വാഴ കൃഷിക്ക് വ്യാപക നാശം. ആവശ്ശേരി വീട്ടിൽ വിജയകുമാർ കൃഷി ചെയ്ത 400 ചങ്ങാലിക്കോടൻ നേന്ത്രവാഴകൾ കാറ്റിൽ ഒടിഞ്ഞു വീണു. കുല പൊട്ടിയ വാഴകളാണ് നശിച്ചത്. ഏകദേശം 3.5 ലക്ഷം രൂപയോളം നഷ്ടം കണക്കാക്കുന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK ബാബു, വാർഡ് മെമ്പർ K ജിഷ, പഞ്ചായത്ത് അംഗം VK സേതുമാധവൻ, കൃഷി അസിസ്റ്റന്റുമാരായ P രജനി, KH ഹരിപ്രിയ എന്നിവർ സ്ഥലം സന്ദർശിച്ചു. സർക്കാരിലേക്ക് റിപ്പോർട്ട് നൽകി. കർഷകർക്ക് ലഭ്യമായ ധനസഹായം ലഭിക്കുന്നതിനായി നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ഈ ഭൂമി പാട്ടത്തിനടുത്താണ് 10-400ഓളം വരുന്ന വാഴ ചെയ്തിട്ടുള്ളത്. ഇന്നലത്തെ കാറ്റിൽ പൂർണ്ണമായും മുഴുവൻ വാഴയും വന്ന വാഴകൾ ഉൾപ്പെടെ നഷ്ടപ്പെടുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. വ്യാപകമായിട്ട് കൃഷിനാശം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി കൃഷി ഡിപ്പാർട്ട്മെൻറ്റിനോട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അവരതിൻ്റെ അന്വേഷണം പൂർത്തിയാക്കി FIR തയ്യാറാക്കി ഗവൺമെൻറ്റിലേക്ക് സമർപ്പിക്കാനുള്ളൊരു നടപടി സ്വീകരിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ കൊല എടുക്കാൻ പറ്റുന്ന പ്രായത്തിലായ വാഴകൾ എന്ന് പറയുന്നത് വല്ലാത്ത നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ കാർഷിക മേഖലയിൽ മാത്രം പണിയെടുത്ത് ജീവിക്കുന്ന ആളുകളാകുമ്പോൾ ഇതിൻ്റെ നഷ്ടം കനത്ത നഷ്ടമാണ്. അപ്പോൾ അതിനടിസ്ഥാനപ്പെടുത്തി ഗവൺമെൻറ് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ പഞ്ചായത്തും കൃഷി വകുപ്പൊക്കെ ആലോചിച്ച് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തുന്നുണ്ട്. കുറുവന്നൂരിലെ കുടിവെള്ള ക്ഷാമത്തിന് അറുതിയായി. റിപ്പോർട്ട് കാണാം. ഇടവേള കഴിഞ്ഞു. 2 പതിറ്റാണ്ട് മുൻപുള്ള സുവർണ ചരിത്രം. കുന്നംകുളത്തിന് നൽകിയ സുവർണ പാരമ്പര്യം. ചരിത്രവും പാരമ്പര്യവും സ്വർണലിപിയിൽ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂം സമർപ്പിക്കുന്നു. സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും നിമിഷങ്ങൾ പരിശുദ്ധിയിൽ തീർത്ത് പൊന്നിൽ നിന്നാകട്ടെ. മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വാർത്തയിലേക്ക്. കോൺഗ്രസ് അംഗങ്ങളോട് കാണിക്കുന്ന നിഷേധാത്മക നിലപാടിലും അവഗണനയിലും പ്രതിഷേധിച്ച് കണ്ടാണശ്ശേരി പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ നിന്നും പ്രതിപക്ഷ അംഗങ്ങൾ ഇറങ്ങിപ്പോയി. പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങൾ മുരടിപ്പിച്ച സ്ഥിതിവിശേഷമാണുള്ളതെന്നും കഴിഞ്ഞ 10 വർഷത്തോളമായി ഭരണം നടത്തിയിട്ടും ഓഫീസ് കെട്ടിടം പുതിയ സ്ഥലത്തേക്ക് മാറ്റാതെ ഭിന്നശേഷിക്കാരെയും പ്രായമായവരെയും ബുദ്ധിമുട്ടിക്കുന്ന ഭരണാധികാരികളുടെ നടപടി പ്രതിഷേധാർഹമാണെന്നും കോൺഗ്രസ് അംഗങ്ങൾ പറഞ്ഞു. ഭരണസമിതി യോഗം ബഹിഷ്കരിച്ച് അംഗങ്ങൾ പഞ്ചായത്ത് കവാടത്തിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാജു തരകൻ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് PV നിവാസ്, A കൃഷ്ണൻ, ജയൻ പാണ്ഡ്യത്ത്, TO ജോയ്, സെബീന റിറ്റോ എന്നിവർ സംസാരിച്ചു. ഈ ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്ത് ഭരണമുണ്ട്, ബ്ലോക്ക് പഞ്ചായത്ത് ഭരണമുണ്ട്, ജില്ലാ പഞ്ചായത്ത് ഭരണമുണ്ട്, MLA ഉണ്ട്, സംസ്ഥാന ഭരണമുണ്ട്. ഇത്രയും സാഹചര്യങ്ങളുമെല്ലാം ഒത്തിണങ്ങിയിട്ടും ഭരണാധികാരികളിൽ നിന്ന് ആവശ്യമായ രീതിയിൽ ഈ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ നിലവിലുള്ള പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. വരും ദിവസങ്ങളിൽ വേണ്ടത്ര രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഈ ഭരണസമിതിക്ക് കഴിയുന്നില്ലെങ്കിൽ അതിശക്തമായ വാർഡ് തോറും ഉള്ള ശക്തമായ സമരപരിപാടികൾ ആവിഷ്കരിച്ചുകൊണ്ട് നടപ്പിലാക്കിക്കൊണ്ട് ശക്തമായ ജനകീയ പ്രതിരോധം തീർത്തുകൊണ്ട് ജനങ്ങളുടെ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും UDF-ഉം അതിശക്തമായ സമരപരിപാടികളിലേക്ക് നീങ്ങുമെന്ന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടും
വേലൂർ വെങ്ങിലശ്ശേരി കുറൂരമ്മ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വൈശാഖ മാസ മഹോത്സവം ആരംഭിച്ചു. ഏപ്രിൽ 28 മുതൽ മെയ് 26 വരെയാണ് ആഘോഷങ്ങൾ നടക്കുന്നത്. വൈശാഖ പൂജ, കനകധാര സ്ത്രോതാർച്ചന, ലക്ഷ്മി നാരായണ പൂജ, കൃഷ്ണനാട്ടം, പ്രഭാഷണങ്ങൾ, നൃത്യങ്ങൾ, കൈക്കൊട്ടികളി, അന്നദാനം തുടങ്ങി നിരവധി പരിപാടികളാണ് നടക്കുക. മെയ് 4 മുതൽ മെയ് 11 വരെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം നടക്കും. കടശ്രനില മന ഉഷ നമ്പൂതിരി യജ്ഞാചാര്യയും കൽപ്പകശ്ശേരി വേണുമൂസത്ത് യജ്ഞാചാര്യനുമാകും. ഗുരുവായൂർ മുൻ മേൽശാന്തിയും ക്ഷേത്ര മേൽശാന്തിയുമായ ശ്രീജിത്ത് നമ്പൂതിരി ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ശരത് ഹരിദാസിന്റെ പ്രഭാഷണത്തോടെയാണ് വൈശാഖ മാസ മഹോത്സവത്തിന് തുടക്കമായത്. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തും വരവൂർ പഞ്ചായത്തും സംയുക്തമായി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം പൂർത്തീകരിച്ച ഗ്രൗണ്ട് നാടിന് സമർപ്പിച്ചു. ആലത്തൂർ MP കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് PP സുനിത വിശിഷ്ടാതിഥിയായി. വൈസ് പ്രസിഡന്റ് KK ബാബു, ജില്ലാ പഞ്ചായത്ത് അംഗം P സാബിറ, ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VG ദീപു പ്രസാദ്, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ PK യശോദ, TA ഹിദായത്തുള്ള, വിമല പ്രഹ്ലാദൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MA നസീബ എന്നിവർ സംസാരിച്ചു. തുടർന്ന് സൗഹൃദ ഫുട്ബോൾ മത്സരം നടന്നു. തീർച്ചയായിട്ടും നമ്മുടെ പുതിയ ചെറുപ്പക്കാർക്ക് അവർക്ക് കളിച്ച് വളരാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയും. നേരത്തെ തന്നെ നമ്മളത് ചർച്ച ചെയ്തിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ ഓരോ വാർഡുകളും ഒരു കളിസ്ഥലം ഉണ്ടാകും, ഓരോ പഞ്ചായത്തിലും ഒരു ഗ്രൗണ്ട് ഉണ്ടാകും. പെട്ടെന്ന് പറയുന്ന പോലെ പ്രാവർത്തിയാക്കാൻ കഴിയുന്ന ഒന്നല്ലേ, പക്ഷെ ഒരു സങ്കല്പമാണ്. ഒരു പഞ്ചായത്തിൽ ഒരു ഗ്രൗണ്ട്, നല്ല ഗ്രൗണ്ട് ഉണ്ടാകും, എല്ലാ വാർഡുകളിലും കളിസ്ഥലം ഉണ്ടാകും. നമ്മുടെ കുട്ടികളെ കളിസ്ഥലങ്ങളിലേക്ക് ആനയിക്കാൻ നമുക്ക് കഴിയും. ഓരോ കുട്ടിയും കളിച്ച് വളരാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ കഴിയും. കളിച്ച് വളരാത്തതിൻ്റെ കുഴപ്പങ്ങളെല്ലാം നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. അപ്പോൾ കളിച്ച് വളരുക എന്നുള്ള മഹത്തായ ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടാകും. വേലൂർ പഞ്ചായത്ത് 17-ാം വാർഡ് കുറുവന്നൂരിലെ കുടിവെള്ളക്ഷാമത്തിന് അറുതിയായി. ചോടുവിൽ കുടിവെള്ള പദ്ധതി പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CF ജോയ് അധ്യക്ഷനായി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷെർലി ദിലീപ് കുമാർ, CDS അംഗം ലീലാചന്ദ്രൻ, നാരായണൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. ടാങ്ക് നിർമ്മിക്കാനായി സൗജന്യമായി സ്ഥലം വിട്ടുകൊടുത്ത വാസുദേവൻ നമ്പൂതിരിയെ ചടങ്ങിൽ ആദരിച്ചു. ചോടുവിൽ കുടിവെള്ള പദ്ധതി നിലവിൽ വന്നതോടെ പ്രദേശത്തെ ദീർഘനാളത്തെ കുടിവെള്ളത്തിനായുള്ള കാത്തിരിപ്പിനാണ് അവസാനമായത്. AL സെന്റ് തോമസ് ഓർത്തഡോക്സ് പള്ളിയിലെ വാർഷിക പെരുന്നാൾ ആഘോഷം സമാപിച്ചു. ശനിയാഴ്ച വൈകിട്ട് സന്ധ്യാനമസ്കാരം, പെരുന്നാൾ പ്രാരംഭ പ്രദക്ഷിണം, ദേശക്കാരുടെ പെരുന്നാൾ ആഘോഷങ്ങൾ എന്നിവ നടന്നു. ഞായറാഴ്ച രാവിലെ 8:30 വിശുദ്ധ കുർബാന, ദേശക്കാരുടെ പെരുന്നാൾ ആഘോഷങ്ങൾ, വൈകിട്ട് 5:15 പള്ളിയിൽ നിന്നും കുരിശുപള്ളിയിലേക്കുള്ള പെരുന്നാൾ സമാപന പ്രദക്ഷിണം, ആശീർവാദം, സ്നേഹവിരുന്ന് എന്നിവയുമുണ്ടായി. ശുശ്രൂഷകൾക്ക് പുറമെ കുന്നംകുളം ഭദ്രാസന സെക്രട്ടറി ഫാദർ ജോസഫ് ചെറുവത്തൂർ, പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ ഫാദർ വർഗീസ് ലാൽ, കോട്ടപ്പടി അഭയഭവൻ ഡയറക്ടർ ഫാദർ ഷിജു കാട്ടിൽ എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഞായറാഴ്ച വൈകിട്ട് നടന്ന വർണ്ണാഭമായ പെരുന്നാൾ സമാപന ഘോഷയാത്ര ഭക്തി നിർഭരമായി. ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ ഡോക്ടർ സണ്ണി ചാക്കോ, ട്രസ്റ്റി മനോമോഹൻ, സെക്രട്ടറി AK പോൾസൺ എന്നിവരടങ്ങിയ കമ്മിറ്റി നേതൃത്വം നൽകി. എരുമപ്പെട്ടി മങ്ങാട്ടുകാവ് ശ്രീ അയ്യപ്പൻ ഭഗവതി ക്ഷേത്രത്തിലെ കിഴക്കേ നടയിൽ പുതിയതായി നിർമ്മിച്ച കവാടത്തിന്റെ സമർപ്പണം നടന്നു. ക്ഷേത്ര മേൽശാന്തി വിഘ്നേശ്വര എമ്പ്രാന്തിരി ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ നിർമ്മാണത്തിന് വിവിധ ഘട്ടത്തിൽ പ്രവർത്തിച്ചവരെ ആദരിച്ചു. ദേവസ്വവും പൂരാഘോഷ കമ്മിറ്റിയും സംയുക്തമായാണ് ചടങ്ങ് നടത്തിയത്. ഡിവൈഎഫ്ഐ കടവല്ലൂർ പഞ്ചായത്തിൽ ലഹരി വിരുദ്ധ നൈറ്റ് മാർച്ച് നടത്തി. മെയ് 4 നടത്തുന്ന മനുഷ്യച്ചങ്ങലയ്ക്ക് ഐക്യദാർഢ്യവുമായാണ് യുവജന സംഘടനയായ ഡിവൈഎഫ്ഐ നൈറ്റ് മാർച്ച് നടത്തിയത്. പെരുമ്പിലാവ് സെന്ററിൽ നിന്നും ആരംഭിച്ച മാർച്ച് CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ M ബാലാജി ഉദ്ഘാടനം ചെയ്തു. ശരത് പ്രസാദ് ഫ്ളാഗ് ഓഫ് നടത്തി. അക്കിക്കാവ് ചുറ്റി പെരുമ്പിലാവ് സെന്ററിൽ സമാപിച്ച നൈറ്റ് മാർച്ചിന് ഡിവൈഎഫ്ഐ പ്രവർത്തകരായ സൈഫുദ്ദീൻ, ഷിനോസ്, അഫ്സൽ, ശാരിക, വിനി എന്നിവർ നേതൃത്വം നൽകി. പെരുമ്പടപ്പ് വടക്കൂട്ട് ഇത്തിഹാദ് ദർസിന്റെ നേതൃത്വത്തിൽ സ്മാർട്ട് പ്ലസ്
തസ്കിയ സൈക്കോളജിക്കൽ ക്യാമ്പിന് തുടക്കമായി. ഏപ്രിൽ 27 മുതൽ 30 വരെയുള്ള ദിവസങ്ങളിലാണ് ക്യാമ്പ് നടത്തുന്നത്. ഇതോടൊപ്പം 8ാം ക്ലാസ്സിന് മുകളിലുള്ള പെൺകുട്ടികൾക്ക് മാത്രമായി മെയ് 1 ഏകദിന ക്യാമ്പും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഞായറാഴ്ച രാവിലെ ആരംഭിച്ച സ്മാർട്ട് പ്ലസ് തസ്കിയ ക്യാമ്പ് സീനിയർ ബിസിനസ് കൺസൾട്ടന്റും മുൻ മർക്കസ് നോളജ് സിറ്റി സിഇഒയുമായ EV അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. സയ്യിദ് ഫളുൽ ജിഫ്രി അൽ നൈമി വടക്കൂട്ട് അധ്യക്ഷത വഹിച്ചു. സയ്യിദ് അസനി മംഗലം പ്രാർത്ഥന നടത്തിയ പരിപാടിക്ക് സെയ്ദ് അഷ്റഫ് അലി ശിഹാബ് തങ്ങൾ സംസാരിച്ചു. പ്രമുഖ സൈക്കോ ട്രെയിനർ സലീം പയ്യോളി മുഹമ്മദ് ഫാറൂഖ് ക്യാമ്പിന് നേതൃത്വം നൽകും. തൃശൂർ ജില്ലാ സ്പോർട്സ് കൗൺസിലും കിനോജി ഇന്ത്യ കടവല്ലൂർ കരാട്ടെ ടീമും സംയുക്തമായി നടത്തുന്ന അവധിക്കാല കരാത്തെ പരിശീലന ക്യാമ്പ് അക്കാദമിയിൽ തുടരുന്നു. ക്യാമ്പിൽ കുട്ടികളുടെ വിവിധ കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിനായി സെൻസായ് സുനിലിന്റെ നേതൃത്വത്തിൽ കരാത്തെ, യോഗ, സ്വയം പ്രതിരോധ പരിശീലനവും ഫിസിക്കൽ ഫിറ്റ്നസ് ചലഞ്ചിന്റെ ഭാഗമായി പെരുമ്പിലാവ് ടർഫിൽ പ്രദർശനവും നടത്തി. കിനോജി റിയു ഇന്ത്യ കടവല്ലൂർ കരാത്തെ അക്കാദമിയിലെ ചീഫ് ഇൻസ്ട്രക്ടർ സുനിൽ, ജിസ്മ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശീലനം നൽകുന്നത്. കേരള മുസ്ലിം ജമാഅത്ത്, SSF, SYS, SBS എന്നിവയുടെ നേതൃത്വത്തിൽ വടുതല വട്ടംപാടം കാഞ്ഞിരമറ്റം ഓഫീസിൽ ശുദ്ധീകരിച്ച കുടിവെള്ള വിതരണം ഒരുക്കി. വട്ടംപാടം മസ്ജിദ് ഇമാം അബ്ദുൾ ഷുക്കൂർ അസനി ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞിരമറ്റം നേർച്ച കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി മിഥിലാജ്, റസാഖ്, SYS സെക്രട്ടറി ഹക്കീം, പ്രസിഡന്റ് നൌഫൽ, ജോയിന്റ് സെക്രട്ടറി റഷീദ്, മറ്റു ഭാരവാഹികളായ ഉബൈദുള്ള, മുസ്തഫ തുടങ്ങിയവർ നേതൃത്വം നൽകി. കാഞ്ഞിരമറ്റം നേർച്ചയുടെ ഭാഗമായി നടത്തിയ ഫണ്ട് ശേഖരത്തിൽ നിന്നാണ് ശീതീകരിച്ച കുടിവെള്ള സംവിധാനം ഒരുക്കിയത്. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി വഴിയാത്രക്കാർക്ക് മധുരപാനീയ വിതരണവും നടത്തിയിരുന്നു. ആവശ്യക്കാർക്ക് ഏതു സമയത്തും ഉപയോഗിക്കാവുന്ന രീതിയിലാണ് കുടിവെള്ള വിതരണം ഒരുക്കിയതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഹിന്ദുത്വ അജണ്ടകൾ നടപ്പാക്കാനും ഭിന്നിപ്പിച്ചു ഭരിക്കാനും ഭീകരാക്രമണങ്ങൾക്ക് അവസരമൊരുക്കുകയാണ് RSS ചെയ്യുന്നതെന്ന് വെൽഫെയർ പാർട്ടി തൃശൂർ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KS നിസാർ പറഞ്ഞു. വെൽഫെയർ പാർട്ടി പുന്നൂർക്കുളം പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച സാഹോദര്യ പദയാത്രയുടെ സമാപന പൊതുസമ്മേളനം അണ്ടത്തോട് സെന്ററിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാദിഖ് തറയിൽ അധ്യക്ഷത വഹിച്ചു. സൈനുദ്ദീൻ ഫലാഹി, അബ്ദുസമദ് അണ്ടത്തോട്, അഡ്വക്കേറ്റ് മുഹമ്മദ് യൂസുഫ്, ഹുസൈൻ മടപ്പൻ എന്നിവർ സംസാരിച്ചു. പനന്തറ സെന്ററിൽ നിന്നും പാർട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് മുസ്തഫ കമാൽ ജാഥ ക്യാപ്റ്റനായിട്ടാണ് പദയാത്ര ആരംഭിച്ചത്. മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ ഉസ്മാൻ, മണ്ഡലം സെക്രട്ടറി OK റഹീം, കരീം മുടവത്തയിൽ, സിറാജ് പാപ്പാളി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 8,980, പവന് 71,840 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 150 രൂപ. ചരമം പെരുമ്പിലാവ് ആൽത്തറ പോക്കാക്കിലത്ത് പരേതനായ കുഞ്ഞുമോന്റെ മകൻ അബൂബക്കർ നിര്യാതനായി 77 വയസ്സായിരുന്നു. ഖബറടക്കം മണിയറക്കോട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടന്നു. ഖദീജയാണ് ഭാര്യ, ഷെരീഫ് മകനാണ്. കുന്നംകുളം ചെറുകുന്ന് തെക്കേക്കര താരുകുട്ടി മകൻ ബാബു ഡേവിഡ് നിര്യാതനായി 50 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 10-ന് ആർത്താറ്റ് സെന്റ് മേരീസ് കത്തീഡ്രൽ സെമിത്തേരിയിൽ നടക്കും. അവിവാഹിതനാണ്. തങ്കമണിയാണ് മാതാവ്. ബെറ്റി, ബെന്നി, ബീന, ബിജി എന്നിവർ സഹോദരങ്ങളാണ്. എരുമപ്പെട്ടി നെല്ലുവായ് തറയിൽ മത്തായി മകൻ കുര്യാക്കോസ് നിര്യാതനായി 74 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച വൈകിട്ട് 4 മണിക്ക് എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയിൽ നടക്കും. കുഞ്ഞില ഭാര്യയും ലിൻസി, ലിൻഡോ എന്നിവർ മക്കളുമാണ്. പെങ്ങാമുക്ക് ആനപ്പറമ്പ് ചെറുവത്തൂർ പരേതനായ CI ബേബി ഭാര്യ റിട്ടയേർഡ് പോസ്റ്റ് മാസ്റ്റർ PI ലൂസി നിര്യാതയായി 79 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച വൈകിട്ട് 4-ന് പെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പഴയപള്ളി സെമിത്തേരിയിൽ നടക്കും. സുനോജ്, മനോജ് എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുറ്റേക്കരയിൽ നിന്നും അരക്കോടിയിലേറെ വില വരുന്ന പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി ജില്ലാ ഡാൻസ് ഓഫ് സംഘവും പേരാമംഗലം പോലീസും സംയുക്തമായി സംഘടിപ്പിച്ച പരിശോധനയിലാണ് ലോറിയിൽ കടത്തുകയായിരുന്ന പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തത്. ഈ വർഷത്തെ SSLC ഫലം മെയ് 9-ന് പ്രഖ്യാപിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. 8ാം ക്ലാസ്സിൽ എല്ലാ വിഷയത്തിലും മിനിമം മാർക്ക് എന്നത് അടുത്ത അധ്യയന വർഷം മുതൽ കർശനമാക്കുമെന്ന് മന്ത്രി.
അണ്ടത്തോട് തീരദേശ കടൽഭിത്തി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കല്ലുമായി വന്ന ലോറി ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ തടഞ്ഞു. ഇതിനെതിരെ ജനകീയ സമരസമിതി പ്രവർത്തകർ രംഗത്ത് വന്നതോടെ സംഘർഷാവസ്ഥ. 8ഓളം പ്രവർത്തകരെ വടക്കേക്കാട് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ശക്തമായ മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടങ്ങൾ. കുന്നംകുളം വടക്കാഞ്ചേരി റോഡിലെ ഗുഡ്ഷപ്പേഡ് സ്കൂളിന് സമീപത്തെ ട്രാൻസ്ഫോമറിന് തീപിടിച്ചു. എരുമപ്പെട്ടി മേഖലയിൽ വ്യാപകമായി മരങ്ങൾ വീണു. വരവൂരിൽ വാഴകൃഷിക്കും നാശനഷ്ടങ്ങൾ. മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ പ്രതിഷ്ഠാ തിരുനാൾ മെയ് 2 മുതൽ 6 വരെയുള്ള തീയതികളിൽ ആഘോഷിക്കും. തിരുനാളിന്റെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലെന്ന് വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂർ. തിരുനാൾ ആഘോഷം CCTV തത്സമയം സംപ്രേഷണം ചെയ്യും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.